ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. ഇറ്റ്സ് മീ ഷുഹൈദ്. നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്നും ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, രണ്ടാകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടോ. ഫസ്റ്റത്തെ ചോദ്യം, സബ്ട്രാക്ടിങ് 3 ഫ്രം എ നമ്പർ ആൻഡ് സ്ക്വയർ ഇറ്റ് ഗിവ്സ് 81. വാട്ട് ഇസ് ദ നമ്പർ? ഒരു സംഖ്യയിൽ നിന്നും 3 കുറച്ച് വർഗം കണ്ടാൽ 81 കിട്ടും. സംഖ്യകൾ കണ്ടെത്തുക. അപ്പോൾ സംഖ്യ ഏതാ നമുക്കറിയില്ല. 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചെറിയൊരു ചോദ്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സംഖ്യനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ഇനി അതിൽ നിന്നും 3 മൈനസ് ചെയ്യണം. സബ്ട്രാക്ടിങ് 3 ഫ്രം എ നമ്പർ, അപ്പോൾ എക്സ് മൈനസ് 3. എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യണം, വർഗം കാണണം. അതിൻ്റെ വർഗം കാണുമ്പോൾ 81 കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൾ ടു 81 ആണ്. സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 81 എന്ന് വരും. കാരണം 2 നമ്പർ ഉണ്ടാവും നമുക്ക് എപ്പോഴും കേട്ടോ. അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുക. ഇവിടെ ഒരു നമ്പറിനെ പറഞ്ഞിട്ടുള്ളൂ. അത് എണ്ണൽ സംഖ്യയാണോ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് മാത്രം എടുത്താൽ മതി. ഇവിടെ പ്ലസ് ഓർ മൈനസ് എടുക്കുക കേട്ടോ. 81ൻ്റെ റൂട്ട് എത്രയാണ്? 9 ആണ്. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് മൈനസ് 3 ഈക്വൾ ടു 9 ആവാം, അല്ലെങ്കിൽ എക്സ് മൈനസ് 3 ഈക്വൾ ടു -9 ആവാം. -3 ഇപ്പുറം വരുമ്പോൾ +3 ആവും. അപ്പോൾ 9 + 3 എന്നാവും. ഇവിടെ -9 + 3 എന്നാവും. 9ക്ക് 3 കൂട്ടിയാൽ 12. -9 + 3, വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. 9ന്ന് 3 പോയാൽ 6 -6. ഇതാണ് അതിൻ്റെ ആൻസർ. ഒന്നെങ്കിൽ 12 ആവാം, ഇല്ലെങ്കിൽ 6 ആവാം. ആൻസർ കറക്റ്റ് ഇല്ല നോക്കി. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നമ്മൾ ആൻസർ ചെക്ക് ചെയ്യൊന്നും വേണ്ട. 12 എന്ന് പറയുന്നൊരു നമ്പർ, അതിൽ നിന്ന് 3 കുറച്ചു. 12ന്ന് 3 കുറച്ചാൽ എത്രയാണ്? 9. 9ൻ്റെ സ്ക്വയർ 81 അല്ലേ. ഇനി -9 എന്ന് പറയുന്ന ഒരു നമ്പർ, സോറി -6 എന്ന് പറയുന്ന ഒരു നമ്പർ എത്രയാ? -6 എന്ന് പറയുന്ന ഒരു നമ്പർ, അതിൽ നിന്നും 3 മൈനസ് ചെയ്യണം കേട്ടോ. -3, രണ്ടും നെഗറ്റീവ് ആകുമ്പോൾ സംഖ്യകൾ കൂട്ടണം. 6ഉം 3ഉം 9. -9ൻ്റെ സ്ക്വയറും എന്ത് തന്നെയാണ്? 81 തന്നെയാണ് കണ്ടോ. ഓക്കെ, അപ്പൊ സംഖ്യകൾ ഏതൊക്കെയാ? 12ഉം -6ഉം. ഇനി ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ഈസ് 143. അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 143 ആണ്. റൈറ്റ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബേസ്ഡ് ഓൺ ദ അബവ് സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന വാചകത്തിന് അനുയോജ്യമായ ഒരു രണ്ടാംകൃതി സമവാക്യം എഴുതുക. വാട്ട് ആർ ദ നമ്പേഴ്സ്? സംഖ്യകൾ ഏതെല്ലാം? അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ, അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ എങ്ങനെ എടുത്തു? ഫസ്റ്റത്തെ നമ്പറിനെ ഞാൻ എക്സ് എടുത്താൽ അടുത്ത നമ്പർ x + 2 ആവും. മക്കൾ എവിടെ നോക്കിയേ? ഫസ്റ്റ് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റത്തെ നമ്പർ ഞാൻ 1 ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഒറ്റ സംഖ്യ ഏതാ? 3 ആണ്. പിന്നെ 5 ആണ്, പിന്നെ 7 ആണ്. കാരണം 2 കൂട്ടിയല്ലേ പോണേ. അപ്പോൾ ഫസ്റ്റത്തെ നമ്പറിനെ ഞാൻ എക്സ് എടുത്താൽ അടുത്ത നമ്പർ എന്തായിരിക്കും? x + 2 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് എക്സും x + 2 കൊടുത്തത് കേട്ടോ. ഇനി ഇതിൻ്റെ ഗുണനഫലം പ്രൊഡക്റ്റ്, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 143 കിട്ടും. അപ്പോൾ ഇത് രണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. എക്സും x + 2 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 143. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം കേട്ടോ. x × x² x × 2 2x ഈക്വൽ ടു 143. ഇതാണ് നമ്മളുടെ എന്ത് പറയുന്നത്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇനി ഇതിന് സമാനമായിട്ടുള്ള നമ്പറുകൾ കണ്ടുപിടിക്കാൻ പോകണം. നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ട്. -b + ഓർ -√2b² - 4ac നമുക്ക് യൂസ് ചെയ്യാം. അതിനെന്തേ ചെയ്യേണ്ടതുള്ളൂ? ഈ 143നെ അപ്പുറം കൊണ്ടുവരിക. അപ്പോൾ -143 ആവും. പിന്നെ -b + ഓർ - യൂസ് ചെയ്താൽ മതി. പക്ഷേ ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ സ്ക്വയർ കംപ്ലീഷൻ യൂസ് ചെയ്യാം. എക്സിൻ്റെ കൂടെ നമ്പർ എങ്ങനെ സ്ക്വയർ കംപ്ലീഷൻ? x² കൂടെ 1 ആവണം, അത് ഓക്കെയാണ്. ഇനി എക്സിൻ്റെ കൂടെയുള്ള നമ്പർ 2 ആണ്. അതിൻ്റെ പകുതിയുടെ സ്ക്വയർ 2 ഭാഗത്തും കൂട്ടണം. 2ൻ്റെ പകുതി 1, അപ്പോൾ 1ൻ്റെ സ്ക്വയർ 2 ഭാഗത്തും കൂട്ടണം. ഓക്കെ, അപ്പോൾ 1ൻ്റെ സ്ക്വയർ + 1ൻ്റെ സ്ക്വയർ. ഇനി ഇതിൽ നിന്ന് x² x, 1² 1, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. അപ്പോൾ x + 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 143 + 1², 143ക്ക് 1 കൂട്ടിയാൽ 144. സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. അപ്പോൾ x + 1 ഈക്വൽ ടു √144 + ഓർ മൈനസ്. 144ൻ്റെ റൂട്ട് 12 ആണ്. ഓക്കെ, അപ്പം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. x + 1 ഈക്വൽ ടു 12, അല്ലെങ്കിൽ x + 1 ഈക്വൽ ടു -12. അപ്പോൾ ഈ +1 ഇപ്പുറം വരുമ്പോൾ എന്താവും? -1 ആവും. 12 - 1 -12 - 1 x ഈക്വൽ ടു 11, അല്ലെങ്കിൽ x ഈക്വൽ ടു -13. 11 ആണെങ്കിൽ 11ഉം 13ഉം, -13 ആണെന്നുണ്ടെങ്കിലോ -13ഉം -11ഉം. 2 നെഗറ്റീവ് വരുന്നുള്ള, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. 11ഉം 13ഉമാണ് നമ്പർ. അപ്പുറത്തേക്ക് നെഗറ്റീവ് വരുമ്പോൾ -13ഉം -11ഉം, അല്ലാത്ത മാറ്റമൊന്നുമില്ല. കാരണം -13 + 2
വലുതിൽ നിന്ന് ചെറുത് കുറക്കണം. 13 2 പോയാൽ എത്രയാണ്? 11. വലുതിൻ്റെ ചിഹ്നം മൈനസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്പർ? 11 13 അല്ലെങ്കിൽ -13 -11. രണ്ട് നെഗറ്റീവ് ഗുണിക്കുമ്പോൾ അത് പോസിറ്റീവ് ആവില്ലേ? ഓക്കെ. ദെൻ മൂന്നാമത്തെ ചോദ്യം, perimeter of a rectangular shaped swimming pool is 120 meter and its area is 896 square meter. ചതുരാകൃതിയിലുള്ള ഒരു നീന്തൽ കുളത്തിന് ചുറ്റളവ് 120 മീറ്റർ ആണ്. സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണ്. അതിൻ്റെ പരപ്പളവ് 896 ചതുരശ്ര സെന്റിമീറ്റർ. ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് കാണണം, അഥവാ നീളം പ്ലസ് വീതി കാണണം. ഒരു രണ്ടാംകൃതി സമവാക്യം ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കാണണം. അപ്പോൾ പെരിമീറ്റർ തന്നിട്ടുണ്ട്, റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ ഓർത്തുള്ള മക്കളെ, നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞാണ്, ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്. ഈ സെക്കൻഡ് ഡിഗ്രി എടുത്തപ്പോഴും അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ നമ്മൾ പറഞ്ഞാണ് എന്ത്, ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ട് നീളവും വീതിയും ചോദിച്ചാൽ അത് റെക്റ്റാങ്കിളിൻ്റെ പകുതിയായി, പെരിമീറ്ററിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടുത്തെ പെരിമീറ്റർ 120 ആണ്, അതിൻ്റെ പകുതി 60 ആയിരിക്കും. ഓക്കെ, പെരിമീറ്റർ 120 ആണ്, ഏരിയ 896 ആണ്. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് പെരിമീറ്ററിൻ്റെ പകുതി. കാരണം കൂടി ഞാൻ കാണിച്ചത്, അതൊന്നും നമ്മൾ അവിടെ എഴുതണ്ട കേട്ടോ, ഡയറക്റ്റ് എഴുതി പോയാൽ മതി. 2 × L + B ആണ് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ, അത് 120. അപ്പോൾ L + B എന്താ? ഈ 2 ഗുണിക്കാനുള്ള 2 ഇപ്പുറം വരുമ്പോൾ എന്താവും? ഹരിക്കാനാവും. അപ്പോൾ 120/2 60 കിട്ടും. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് കിട്ടിയ എത്രയാ? 60. ഇനി നീളം വീതിയും കൂട്ടി 60 ആണ്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കണം. ലെങ്ത്തിന് ഞാൻ എക്സ് എന്ന് എടുത്തു, അപ്പോൾ ബ്രെഡ്ത്ത് എന്തായിരിക്കും? ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 60 ആണ്. അതിൽ ഒരെണ്ണം എക്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റെന്തായിരിക്കും? ഈ 60 ആ നമ്പർ മൈനസ് ചെയ്താൽ പോരെ? കണ്ടോ? ഇനി ഇതിൻ്റെ ഏരിയ, ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ, അത് 896 ആണ്. ഓക്കെ, അപ്പോൾ x × 60 - x എന്ന് വരും. ഒക്കെ ഒറ്റടിക്ക് വന്നോ? x × 60 - x = 896 വരും. x × 60 60x, x × -x - x² = 896. ആദ്യം ഞാൻ x² എഴുതി, -x² ആണ്. പിന്നെ ഞാൻ +60x എഴുതി, = 896. ഇനി x² കോഫിഷ്യന്റ് 1 ആക്കുക. അപ്പോൾ ഈ മൈനസ് പ്ലസ് ആയി, പ്ലസ് മൈനസ് ആയി, പ്ലസ് മൈനസ് ആയി. ഇനി അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ടോ, x² - 60x = -896. ഇനി ലെങ്ത്തും ബ്രെഡ്ത്തും കാണാൻ പോവാണ്. അതിന് സ്ക്വയർ കംപ്ലീഷൻ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്ന് മനസ്സിലായല്ലോ? ഇവിടെ വരാൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടോ? ഓക്കെ, x² - 60x = -896. ഇനി സ്ക്വയർ കംപ്ലീഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. എക്സിൻ്റെ കൂടെയുള്ള നമ്പർ എത്രയാ? 60. അതിൻ്റെ പകുതി 30. അതിൻ്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടുക. എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടുക. അപ്പോൾ ഇവിടുന്ന് x² - 60x + 30² = -896 + 30 ഇവിടെ മൈനസ് വന്നൊക്കെ എങ്ങനെ മനസ്സിലായല്ലോ? x² പോസിറ്റീവ് ആക്കിയപ്പോൾ പോസിറ്റീവ് ഒക്കെ എന്തായി? മൈനസായി. മൈനസ് എന്തായി? പോസിറ്റീവായി. ഇനി x² x എടുത്തു, ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ്, 30² 30 എടുത്തു, എന്നിട്ട് ഒരു ഹോൾ സ്ക്വയർ = -896 + 30² 900. ഇനി 900 നിന്ന് 896 പോയാൽ എത്ര? 4. കണ്ടോ എത്ര പെട്ടെന്ന് ആൻസർ ഇടും. മറ്റേ -b + or -√b² -4ac/2a എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്ര പോകണം അല്ലേ? അതിലാടെ നമുക്ക് എപ്പോഴും സിമ്പിളായിട്ട് തോന്നുന്ന സ്ക്വയർ കംപ്ലീഷൻ അല്ലേ? എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ, ഇനി സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ x - 30 = √4. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് മക്കളെ പ്ലസ് ഓർ മൈനസ് എടുക്കാത്തതെന്ന് അറിയോ? ഇതൊരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്ത് വരില്ല? നെഗറ്റീവ് വരില്ല. എന്ത് വരില്ല? നെഗറ്റീവ് വരില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ നെഗറ്റീവ് എടുക്കാത്തത് കേട്ടോ. x - 30 = √4 എന്ന് പറയുന്നത് 2 ആണ്. ഈ -30നെ ഇപ്പുറം കൊണ്ടുപോകാം, അത് +30 ആവും. ഓക്കെ, അപ്പോൾ 2 + 30 32 കിട്ടും. അപ്പോൾ ലെങ്ത്ത് 32 എന്നും കിട്ടും, ബ്രെഡ്ത്ത് 60 - 32 28 എന്നും കിട്ടും. അപ്പോൾ 32 28. ഓക്കെ, ലെങ്ത്ത് 32ഉം ബ്രെഡ്ത്ത് 28ഉം. നാലാമത്തെ ചോദ്യം, ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് n² + 12n. ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക n² + 12n ആണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ്? ഈ ശ്രേണിയുടെ ആദ്യ പദം കാണണം.
വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം കാണണം. ഹൗ മെനി കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദി സീക്വൻസ് ടു ബി ആഡഡ് ടു ഗെറ്റ് ദ സം 364? ഈ ശ്രേണിയിലെ എത്ര പദങ്ങളുടെ തുകയാണ് 364? അപ്പോൾ ഇത് ഒന്നാമത്തെ ചാപ്റ്ററല്ലേ എന്നൊക്കെ തോന്നലുണ്ടാവും നമുക്ക് കേട്ടോ. ഇതിൽ മൂന്നാമത്തെ ചോദ്യം വരുന്നത് 4ാമത്തെ ചാപ്റ്ററിലാണ്. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നീ നോക്കിക്കോ. ഫസ്റ്റത്തെ സുഖമാണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഇവിടെ n സ്ക്വയറിൻ്റെ കൂടെ 1 ആണ്. ഓക്കെ, എന്നിന് 1 കൊടുത്ത ഫസ്റ്റ് ടേം കിട്ടും. 1ന്റെ സ്ക്വയർ 1 പ്ലസ് 12 × 1 12 ആണ്. അപ്പോൾ 12 + 1 13. ഓക്കെ, ഫസ്റ്റ് ടേമും ഫസ്റ്റ് ടേമിൻ്റെ സമ്മും സെയിം തന്നെ അല്ലേ? അപ്പോൾ എന്നിന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും, എന്നിന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും, എന്നിന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 12n 12 × 1 12 × 1 12 ആണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. 1 + 12 13. ഇനി കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് pn² + qn എന്നാണ്. അതിൽ p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n സ്ക്വയറിൻ്റെ കൂടെ, ഇവിടെ n സ്ക്വയറിൻ്റെ കൂടെ എത്രയാ? 1 ആണ്. ഒന്നും ഇല്ലെങ്കിൽ അവിടെ 1 ഉണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. 1 ആണ്. ആ p എന്ന് പറയുന്നത് പൊതുവ്യത്യാസത്തിൻ്റെ പകുതിയാണ്. ഓക്കെ, p എന്ന് പറയുന്നത് പൊതുവ്യത്യാസത്തിൻ്റെ പകുതിയാണ്, കോമൺ ഡിഫറൻസിൻ്റെ പകുതി. അപ്പോൾ ഇവിടെ p എന്ന് പറയുന്നത് 1 ആണ്. ആ 1 എന്തിൻ്റെ പകുതിയാ? 2ന്റെ പകുതിയാ. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ? 2. ഓക്കെ, ഇവിടെ ഓപ്ഷൻ 1 2 12 നോക്കണ്ടേ, രണ്ടാമത്തെ ഓപ്ഷൻ കേട്ടോ. ഓക്കെ, n സ്ക്വയറിൻ്റെ കൂടെ ഉള്ളത് പൊതുവ്യത്യാസത്തിൻ്റെ പകുതിയാണ്. n സ്ക്വയറിൻ്റെ കൂടെ ഉള്ളത് എന്താണ്? പൊതുവ്യത്യാസത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ 1 പൊതുവ്യത്യാസത്തിൻ്റെ പകുതി, 1 എന്തിൻ്റെ പകുതിയാ? 2ന്റെ പകുതി. അപ്പോൾ പൊതുവ്യത്യാസം എത്രയാ? 2. ഓക്കെ, ഇനി ഏത് സമ്മാണ് 364 വരുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ n² + 12n = 364 എന്ന് എടുക്കുക. ഓക്കെ, ഇനി ഞാനിവിടെ സ്ക്വയർ കംപ്ലീഷൻ കൊടുക്കാൻ പോകണ്ട. നമ്മൾ കുറേ നേരം 2-3 ചോദ്യം സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറഞ്ഞു. എന്താ സ്ക്വയർ കംപ്ലീഷൻ? n സ്ക്വയറിൻ്റെ കൂടെ 1 ആണ്. n-ന്റെ കൂടെയുള്ള നമ്പർ 12, അതിൻ്റെ പകുതിയുടെ സ്ക്വയർ. അപ്പോൾ 6ന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടണം. നോക്കിക്കോ, n സ്ക്വയറിന് n എടുത്തു, ഇവിടെ പ്ലസ് ആണ്, പ്ലസ് കൊടുത്തു. 6 സ്ക്വയറിന് 6 എടുത്തിട്ട് ഹോൾ സ്ക്വയർ കൊടുത്തു. 364 + 6ന്റെ സ്ക്വയർ 36. ഇനി 364ക്ക് 36 കൂട്ടിയാൽ 6 × 4 = 10, 6 × 3 = 9, 3 × 9 = 10ക്ക് 0 * 3 3 4 400. ഇനി നമ്പറാണ്, അതുകൊണ്ട് നെഗറ്റീവ് എടുക്കണ്ട. എണ്ണം ഒരിക്കലും നെഗറ്റീവ് പറയില്ല. അപ്പോൾ n + 6 = √400 വരും. 400ന്റെ റൂട്ട് 20 ആണ്. ഈ +6 അപ്പുറം പോകുമ്പോൾ -6 ആവും. 20 ന്ന് 6 പോയാൽ 14. അപ്പോൾ ഈ ശ്രേണിയിലെ 14 പദങ്ങളുടെ തുകയാണ് എന്താ? 364 എന്ന് പറയുന്നത്. അടുത്ത് കാണുമ്പോൾ സർക്കിളായിട്ട് തോന്നുമെങ്കിലും ഇതും നമുക്ക് സെക്കൻഡ് ഡിഗ്രിയുമായിട്ട് ചെറിയ റിലേഷൻ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഫിഗറിൽ ABCD 2 കോഡുകൾ P എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. AB 22 സെൻറ്റിമീറ്റർ ആണ്, PA 6 സെൻറ്റിമീറ്റർ ആണ്, CD 20 ആണ്. ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PB? PBയുടെ നീളം കാണണം. PCയുടെ നീളം x എന്നെടുത്താൽ PD എത്രയായിരിക്കും എന്നാണ് ചോദ്യം. PCയും PDയും കാണണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ചുരുക്കി വായിച്ചെന്നുള്ളൂ. ആദ്യം PB കാണണം. നോക്കിയോ മക്കളെ, ടോട്ടൽ ലെങ്ത് 22 ആണ്, AB 22 ആണ്. അതിൽ PA 6 ആണ്. അപ്പോൾ PB എത്രയായിരിക്കും? 22 ന്ന് 6 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 16 ഉണ്ടാവും. ഓക്കെ, ഇനി PC x എന്നെടുത്തു. PC എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്തിനെ x എന്നെടുത്തു. CD എത്രയാ? CD 20 ആണ്. ടോട്ടൽ ലെങ്ത് എത്രയാണ്? 20 ആണ്. ടോട്ടൽ ലെങ്ത് എത്രയാണ്? 20 ആണ്. ടോട്ടൽ ലെങ്ത് ആണ് 20 കേട്ടോ. അപ്പോൾ PD എത്രയായിരിക്കും? 20 - x ആയിരിക്കും. കണ്ടോ, ടോട്ടൽ നിന്ന് ആ PC മൈനസ് ചെയ്താൽ പോരെ. ടോട്ടൽ 20 ആണ്, അതിൽ നിന്ന് ആ PC മൈനസ് ചെയ്താൽ മതി. PC x ആണ്, അപ്പോൾ 20 - x. ഇനി PCയും PDയും കാണണം. അത് നമ്മളുടെ ഇക്വേഷൻ PA × PB = PC × PD. PA നമുക്കറിയാം എത്രയാ? 6 ആണ്. PB 16 ആണ്. PC x ആണ്. PD 20 - x ആണ്. x × 20 20x. x × -x -x² വരും. പിന്നെ 16 × 6 96. 6 6 36, 6 3 9. ഓക്കെ, ഇനി ഇതാ ഈ -x² 20 അപ്പുറം കൊടുന്നു. അപ്പോൾ x² -20x + 96 = 0. ഇവിടെയും നമുക്ക് -b + or -b + or √b² - 4ac/2a എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ +96 അപ്പുറം കൊണ്ടുപോവുക. അപ്പോൾ എന്താവും? -96 ആവും.
ഓക്കെ, ഈ പ്ലസ് 96 അപ്പുറം കൊണ്ടായാലും എന്താവും മൈനസ്. ഇനി സ്ക്വയർ കംപ്ലീഷൻ കൊടുക്കുക. എക്സിന്റെ കൂടെയുള്ള നമ്പർ 20, അതിന്റെ പകുതി 10, അതിന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടുക. ഇനി എക്സ് സ്ക്വയർ എന്ന് എക്സ് മൈനസ് ആണ്, അപ്പൊ മൈനസ് 10ന്റെ സ്ക്വയർ എന്ന് 10. അപ്പൊ എക്സ് മൈനസ് 10 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 10 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ മൈനസ് 96 പ്ലസ് 10ന്റെ സ്ക്വയർ 100 അല്ലേ. 100 96 പോയാൽ എത്രയാ 4. അപ്പോൾ സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. അപ്പൊ റൂട്ട് 4. അപ്പൊ എക്സ് മൈനസ് 10 ഈക്വൽ ടു റൂട്ട് 4 എത്രയാ 2. അപ്പൊ മൈനസ് 10നെ ഞാൻ ഇപ്പുറത്ത് കൂടുന്നു. അപ്പൊ എന്തായി പ്ലസ് 10 ആയി. ഓക്കെ, 10ക്ക് 2 കൂട്ടിയാൽ 12. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. പി സിനെയാണ് നമ്മൾ എക്സ് എടുത്തത്. അപ്പൊ പി സി എത്രയാ 12. ഓക്കെ, പി സി എത്രയാ 12. പി സി നമുക്ക് എത്ര കിട്ടും 12 കിട്ടും. പി ഡി ടോട്ടൽ ലെങ്ത് 20 ആണ്. ടോട്ടൽ ലെങ്ത് എത്രയാണ് 20 ആണ്. 20 12 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും 8 ഉണ്ടാവും. ഓക്കെ, then last one, in a right triangle one of the perpendicular side is 15 centimeter more than the other and the area of the right triangle is 52 square centimeter. ഒരു മട്ട ത്രികോണത്തിൽ ഒരു ലംബവശത്തിന്റെ നീളം മറ്റേ വശത്തേക്കാൾ 5 സെന്റിമീറ്റർ കൂടുതലാണ്. ത്രികോണത്തിന്റെ പരപ്പളവ് 52 ചതുരശ്ര സെന്റിമീറ്റർ. If the length of the smaller perpendicular side is taken as x, what is the length of the other perpendicular side? Write a second degree equation using the given details. Find the length of the perpendicular side. Okay, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചേ. പെർപെൻഡിക്കുലർ സൈഡിൽ ഒരു സൈഡ് മറ്റേ വശത്തേക്കാൾ 5 സെന്റിമീറ്റർ മോർ ദാൻ ആണ്. അപ്പോൾ ഒരു സൈഡിനെ എക്സ് എന്ന് എടുത്താൽ മറ്റെന്തായിരിക്കും 5 സെന്റിമീറ്റർ മോർ. മോർ മീൻസ് പ്ലസ്. അപ്പോൾ എക്സ് പ്ലസ് 5 വരും. ഓക്കെ, ഇനി ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കണം. ഓക്കെ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കണം. അതിന് നമ്മളുടെ കയ്യിലുള്ളത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ട ത്രികോണം. അതിൽ ഒരു സൈഡ് പെർപെൻഡിക്കുലർ സൈഡ് പറയുന്നുണ്ട്. ഒരേ സൈഡ് എക്സും മറ്റേ സൈഡ് എക്സ് പ്ലസ് 5 ആണ്. നമുക്ക് മറ്റേ തന്നിട്ടില്ല, ഹൈപ്പോട്ടനസും തന്നിട്ടില്ല കേട്ടോ. പെർപെൻഡിക്കുലർ സൈഡിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ലംബവശങ്ങൾ പെർപെൻഡിക്കുലർ സൈഡ് 5 സെന്റിമീറ്റർ മോർ ദാൻ ദി അതർ. ഒന്ന് മറ്റൊന്നിനേക്കാൾ 5 കൂടുതലാണ്. ഇത് നോക്കിയേ, ഇതല്ലേ ബേസ്, ഇതല്ലേ ഹൈറ്റ്. ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ ഹാഫ് ബി എച്ച്. ഓക്കെ, ഏരിയ 52 തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ബി എച്ച് ഈക്വൽ ടു 52. ഹാഫ് ഇൻറ്റു ബേസ് എക്സ് ആണ്, ഹൈറ്റ് എക്സ് പ്ലസ് 5 ആണ്. ഇത് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. ഞാൻ ഈ 2നെ അപ്പുറത്തോട്ട് കൊടുന്നു. ഹരിക്കാനുള്ള 2 ഇപ്പുറം വരുമ്പോൾ എന്താവും ഗുണിക്കാനാവും അല്ലേ. ഇവിടെ ഡിവിഷൻ ആണല്ലോ, അത് ഇപ്പുറം വരുമ്പോൾ എന്താവും മൾട്ടിപ്ലിക്കേഷൻ ആവും. ദെൻ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 5 5x, 52 ഇൻറ്റു 2 104. ഇനി നമ്പർ കാണാനാണ് മക്കളെ. ഇവിടെ സാറേ 5ന്റെ പകുതി കാണാൻ കഴിയില്ലല്ലോ, അത് റിസ്ക് അല്ലേ എന്നുള്ളതൊന്നും നോക്കണ്ട. ഇവിടെയും ഞാൻ യൂസ് ചെയ്യുന്നത് സ്ക്വയർ കംപ്ലീഷൻ ആണ്. നമ്മൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2 എന്നുള്ള ആ വലിയ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിലേറെ എത്രയും നല്ലതാണ് സ്ക്വയർ കംപ്ലീഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് കംപ്ലീറ്റ് ചോദ്യം ഞാൻ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്നത്. എന്താ സ്ക്വയർ കംപ്ലീഷൻ? എക്സിന്റെ കൂടെയുള്ള നമ്പർ ആരാ 5, അതിന്റെ പകുതി. 5ന്റെ പകുതി നിങ്ങൾ 2.5 എന്നൊന്നും എടുക്കണ്ട കേട്ടോ. 5ന്റെ പകുതി നിങ്ങൾ 2.5 എന്നൊന്നും എടുക്കണ്ട. 5/2 എന്ന് എഴുതിയാൽ മതി. എത്ര എഴുതിയാൽ മതി 5/2, 5/2 എന്ന് എഴുതിയാൽ മതി. അതിന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടണം. ഓക്കെ, ഇനി എക്സ് സ്ക്വയറിന്ന് എക്സ് എടുക്കുക. ഇവിടെ പ്ലസ് ആണ്, അപ്പൊ പ്ലസ് 5/2ന്റെ സ്ക്വയർ എന്ന് 5/2 കൊടുക്കുക. അപ്പൊ എക്സ് പ്ലസ് 5/2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഞാൻ ഇതിനെ 5 ഇവിടെ ഇങ്ങനെ എഴുതിക്കണം അറിയോ, 5ന്റെ സ്ക്വയർ 25, 2ന്റെ സ്ക്വയർ 4. സ്ക്വയർ എഴുതിയാണ്ടാണ് ഇങ്ങോട്ട് എഴുതിക്കണം കേട്ടോ. ഇനി 104 × 4 ചെയ്തു. 4 16ക്ക് 6 ഇഷ്ടം 3, 0 × 4 0 ആണ്. അപ്പോൾ 1 1 4 4 പ്ലസ് 25/4 കിട്ടും. പ്ലസ് 25 ഇങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. 1/1 × 25 25 ഡിവൈഡഡ് ബൈ 1 × 4 4. ഇനി 416ക്ക് 25 കൂട്ടിയാൽ 441 കിട്ടും. ഇനി സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്ക്വയർ പോയി. എക്സ് പ്ലസ് 5/2 ഈക്വൽ ടു റൂട്ട് 441/4 വരും. 441ന്റെ റൂട്ട് എത്രയാണ് 21 ആണ്. എത്രയാണ് 21. 4ന്റെ റൂട്ട് എത്രയാണ് 2 ആണ്. ഇനി 5/2നെ അപ്പുറത്ത് കൊണ്ടുപോകാം. പ്ലസ് 5/2 ഇപ്പുറം വരുമ്പോൾ എന്താവും മൈനസ് 5/2 ആവും. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം അല്ലേ, 2ഉം 2 അല്ലേ. അപ്പോൾ 21 - 5 ചെയ്താൽ മതി. 21 5 പോയാൽ ബാക്കി 16. 16/2 എത്രയാ 8. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ് കിട്ടി 1 8. എക്സ് 8 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 5 എത്രയാ 8ക്ക് 5 കൂട്ടിയാൽ പോരെ 13. പെർപെൻഡിക്കുലർ സൈഡ് 1 8ഉം 1 13. അപ്പോൾ ഹാഫ് കാണാൻ പറ്റാത്ത നമ്പർ ആണെന്ന് കരുതിയാണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ബുദ്ധിമുട്ടേണ്ട. നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഇപ്പൊ എക്സിന്റെ കൂടെ 5 ആണ്. അപ്പൊ ഞാൻ 5/2 കൊടുത്തു.
അത്രയും ചെയ്തോളൂ. 5/2 സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടി 5/2 സ്ക്വയർ ഇവിടെ എടുക്കുമ്പോൾ 5/2 ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് 5/2 ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതിയാണ്ടോ. ഇവിടെ വന്നപ്പോൾ 5 സ്ക്വയർ 25, 2 സ്ക്വയർ 4 എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ്ട് അപ്പം നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളുടെ 4ാമത്തെ ചാപ്റ്ററിൽ ഈ കഴിഞ്ഞ 2024 എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും അല്ലേ. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പേപ്പറുകൾ കിട്ടുമ്പോൾ നല്ല മാർക്ക് കിട്ടട്ടെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ചാപ്റ്ററുകൾ പഠിക്കാം. അതിലുള്ള ഓരോ ചോദ്യങ്ങളും ഇതിന് മുമ്പായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ട്രിഗണോമെട്രിയിൽ നിന്ന് ഒരു 3 ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി ക്വസ്റ്റ്യൻസുകൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ആരംഭിക്കും. 9ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ, നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ വരെയാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവാറ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ക്രിസ്മസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത ചാപ്റ്റർ, പിന്നെ നമ്മുടെ മെയിൻ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടിൽ ദെൻ ബൈ ബൈ.